നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്ന് ജലസേചന വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ്. നദീ സംയോജനം ദോഷകരമെന്നും മന്ത്രി. SBTയുടെ ലയനം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. തീരുമാനം കോർപ്പറേറ്റ് അജണ്ടയെന്ന് VM സുധീരൻ. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. MLA രാജു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല അന്നദാന മണ്ഡപം സീസണിന് മുമ്പ് പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്ന് ജലസേചന വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ്. സർക്കാരിന്റെ നയത്തിൽ മാറ്റമില്ല. നദീതട സംയോജന പദ്ധതി കേരളത്തിലെ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങൾക്ക് ദോഷകരമാണെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് മാത്യു ടി തോമസിന്റെ പ്രതികരണം. SBT ഉൾപ്പെടെയുള്ള 6 അസോസിയേറ്റ് ബാങ്കുകളെ SBIയിൽ ലയിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി. സ്റ്റേറ്റ് ബാങ്കുകളുടെ ലയനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. ഇതോടെ സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂർ ഉൾപ്പെടെ 5 അനുബന്ധ ബാങ്കുകൾ SBIയിൽ ലയിക്കും. ലയനം പൂർത്തിയാകുന്നതോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇല്ലാതാകും. SBTക്ക് പുറമെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനേർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ SBIയിൽ ലയിക്കും. 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, 2010 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ എന്നിവ SBIയിൽ ലയിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ആദ്യ ലയനമാണ് ഇനി നടക്കുവാൻ പോകുന്നത്. SBTയെ SBIയിൽ ലയിപ്പിക്കുവാനുള്ള തീരുമാനം കോർപ്പറേറ്റ് അജണ്ടയാണെന്നതിന് സംശയമില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. SBTയെ SBIയിൽ ലയിപ്പിക്കുവാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. ഈ തീരുമാനം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477765036. വാർത്തകൾ തുടരുന്നു. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ശതാബ്ദി ആഘോഷം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയുടെ ഉടമസ്ഥതയിൽ 1916 സ്ഥാപിതമായ റാന്നിയിലെ പ്രഥമ ഇംഗ്ലീഷ് സ്കൂളായ MS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വെബ്സൈറ്റ് ഉദ്ഘാടനം, പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദ്യ രജിസ്ട്രേഷൻ, ശതാബ്ദി ലോഗോ പ്രകാശനം, ശതാബ്ദി മെമ്മോറിയൽ കെട്ടിടത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന റാഫിൾ ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന എന്നിവ ഇന്ന് നടന്ന സമ്മേളനത്തിൽ നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ മേജർ MG വർഗീസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സമൂഹത്തിന് നന്മ ലഭ്യമാകത്തക്കവണ്ണം
വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായി തീർന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നത് വളരെ സന്തോഷകരമാണ്. ആ അർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ ഈ MS ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ഈ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം ഈ സ്കൂളിൻ്റെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള റാന്നി നിവാസികളായിട്ടുള്ള ഓരോരുത്തർക്കും അഭ്യുന്നതിക്കും ഉതകത്തക്ക വിധത്തിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ പ്രൊഫസർ രാജു കുരുവിള ആറൊന്നിൽ അധ്യക്ഷത വഹിച്ചു. ഏതൊരു പ്രദേശത്തിൻ്റെയും ഏതൊരു സമൂഹത്തിൻ്റെയും ഉയർച്ചയ്ക്ക് വിദ്യാഭ്യാസം അടിസ്ഥാന ഘടകം ആണ് എന്ന് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശികളായിട്ടുള്ള നമ്മുടെ ഈ വെല്ലുവിളി ഇടവകയിലെ പൂർവ്വ പിതാമഹന്മാർ 1916 സ്ഥാപിച്ച ഈ MS ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ, ആ പൂർവ്വപിതാക്കന്മാരുടെ ആ ദീർഘവീക്ഷണം ഈ റാന്നി പ്രദേശത്തിന് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സാമൂഹ്യപരമായിട്ടുമുള്ള ഒരു വിപ്ലവകരമായ വളർച്ച ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥിയും റാന്നി MLAയുമായ രാജു ബ്രഹാൻ ശതാബ്ദി ആഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു ചടങ്ങിൻ്റെ തുടക്കം മാത്രമാണിത്. അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഈ സമൂഹത്തിനും ഈ വിദ്യാലയം സമ്മാനിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. ചരിത്രമുറങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഈ നാടിൻ്റെ എല്ലാ വികസന പുരോഗതിക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനം നേതൃത്വം നൽകി. ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഈ നാടിൻ്റെ സാമ്പത്തിക നട്ടെല്ലായി മാറി. ഈ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 100 വർഷം തീർച്ചയായിട്ടും ഏറ്റവും സമുചിതമായി അത് നടത്താൻ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. ഈ സെന്റിനറി ആഘോഷങ്ങൾ കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം കൂടിയ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, സെന്റിനറി സ്മാരകമായി ഒരു കെട്ടിടം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. കേവലം ഒരു കെട്ടിടം മാത്രമല്ല, മറിച്ച് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ അക്കാഡമിക് സൗകര്യങ്ങൾ വരുന്ന
25-50 വർഷം മുമ്പിൽ കണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളായിരിക്കണം സെന്റിനറി ആഘോഷങ്ങളുടെ മുഖ്യമായ നേട്ടം എന്നാണ് ആ യോഗം വിലയിരുത്തിയത്. ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ സ്കൂൾ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവരസാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വെബ്സൈറ്റ് സ്കൂളിൽ രൂപവൽക്കരിച്ചതോടെ സ്കൂൾ പുതിയ തലത്തിലേക്ക് തന്നെ ഉയർന്നതായി കളക്ടർ വിലയിരുത്തി. വിവരസാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റ് നിർമ്മാണം നടത്തിയതുകൊണ്ട് നിങ്ങളുടെ വിദ്യാലയം പുതിയ ഒരു തലത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നത്തെ ആധുനിക ലോകത്ത്, വിവരസാങ്കേതിക വിദ്യയുടെ ലോകത്ത് ലോകത്തുള്ള എല്ലാ ആളുകളുമായി കണക്ട് ചെയ്യാനും അവരുമായി സംവദിക്കാനും ഒക്കെ വലിയൊരു വാതായനമാണ് വെബ്സൈറ്റ്. ഇന്ന് ഇവിടെ ഈ തുടങ്ങുന്ന റാഫിൾ തീർച്ചയായും വെബ്സൈറ്റിലൂടെ പ്രചാരം കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ 1600 കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ ഈ വർഷം പഠിക്കുന്നത്. 100 വർഷം 1600 100 ഗുണിച്ചില്ല എങ്കിലും 100 വർഷത്തെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കണക്കെടുത്ത് നോക്കിയാൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇവരിൽ എല്ലാവരിലും എത്താനും എല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന അവരോട് കോണ്ടാക്ട് ചെയ്യാനും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ വിദ്യാലയത്തിന് വേണ്ടി ലഭിക്കാനും ഒക്കെ വെബ്സൈറ്റ് കൊണ്ട് സാധിക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദ്യ രജിസ്ട്രേഷനും നടന്നു. നാനായ സഭ റാന്നി മേഖലാധിപൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. അക്കാദമി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂൾ ഉയർന്നു വരട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നല്ല തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു നല്ല ബിൽഡിങ് ഇവിടെ പണിത് ഉയർത്തുവാനായിട്ട് ഈ ജൂബിലി, ഈ ശതാബ്ദി അവസാനിക്കുന്ന സമാപന സമ്മേളനത്തിൽ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കൂദാശ നിർവഹിച്ച് അതിൽ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കണം. അത് MLA ഒക്കെ പറഞ്ഞ പോലെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നമുക്ക് വളർന്നു വരത്തക്ക അക്കാഡമിക് രംഗത്തെ വളർത്തിക്കൊണ്ട് വരത്തക്കവണ്ണം നല്ല പദ്ധതികൾ വിഭാവനം ചെയ്ത് ഈ റാന്നി ദേശത്തിന് മുഴുവനായിട്ട്, ഇവിടുത്തെ ജ്ഞാനായ സമൂഹത്തിന് മാത്രമല്ല റാന്നിയുടെ മുഴുവൻ മുഖച്ഛായ മാറ്റുവാനായിട്ട്, ഒന്നുകൂടെ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾ റാന്നിയെ ഓർക്കുവാനായിട്ടും MS സ്കൂളിനെ ഓർക്കുവാനായിട്ടും പ്രവർത്തിക്കുവാനായിട്ട് നല്ല ഒരു ബിൽഡിങ് പണിതുയർത്തുവാനായിട്ട് അതിനാത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിക്കുക. ശതാബ്ദി ജൂബിലി ലോഗോ പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥിയും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ സാം ഫിലിപ്പ് MD നിർവഹിച്ചു. ഡിസൈനിങ് സ്ഥാപനം നടത്തി വരുന്നതുമായ ശ്രീ ടോണി കണ്ണങ്കുഴയത്താണ് എന്നുള്ള വിവരം സസന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തോടുള്ള സ്കൂളിൻ്റെ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും ഉയർച്ചയ്ക്ക് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, ദീർഘവീക്ഷണവും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ്. 2, അർപ്പണബോധമുള്ള അധ്യാപകർ. പിന്നെ അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾ. ഈ 3 ഘടകങ്ങൾ ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് ഉയർച്ചയുണ്ടാവൂ. ആ അനുഗ്രഹം ഏറെ കിട്ടിയിരിക്കുന്ന ഒരു സ്കൂളാണ് MS സ്കൂൾ. ഈ റാന്നി പട്ടണത്തിൻ്റെ അഭിമാന സ്തംഭം, പ്രകാശഗോപുരവുമായ ഈ സ്കൂള് മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. റാഫിൾ ടിക്കറ്റ് ആദ്യ വിൽപ്പന MLA രാജു അബ്രഹാം പൂർവ്വ വിദ്യാർത്ഥിയായ PI ഇടിക്കുള പാണ്ടിപ്പുറത്തിന് നൽകി നിർവഹിച്ചു. അങ്ങനെ നമ്മുടെ റാഫിളിന് 1 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ 1981 ആദ്യ SSLC ബാച്ച് വിദ്യാർത്ഥികൾ സ്പോൺസർ ചെയ്ത സ്മാർട്ട് ക്ലാസ് റൂം സമർപ്പണം പൂർവ്വ വിദ്യാർത്ഥിയും ബിലീവേഴ്സ് ചർച്ച് ബിഷപ്പുമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ സാമുവൽ മാത്യു നിർവഹിച്ചു. ആയിരത്തി 1981 പഠിച്ചിട്ട് പോയ ഒരു ബാച്ചിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന്
അങ്ങനെ അവർ പഠിച്ച സ്കൂളിനോടുള്ള ഒരു സ്നേഹവും ആദരവും കാണിക്കുക എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പരിമിതപ്പെടുത്തുവാനും വിശദീകരിക്കുവാനും പറ്റുകയില്ല. ഇറ്റ്സ് എ big demonstration of what the school meant to them. ഈ സ്കൂൾ അവർക്ക് എന്തായിത്തീർന്നു, അവരെ എന്താക്കി തീർത്തു എന്നുള്ളതിൻ്റെ അവർണ്ണനീയമായ ഒരു പ്രകടനമാണ്. ഞാൻ അവർക്കായി വളരെയധികം എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും അർപ്പിക്കുന്നു. ഹെഡ്മിസ്റ്റർ സ്റ്റീന എബ്രഹാം കൃതജ്ഞത അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സിനി ഫെസ്റ്റിവൽ, ബുക്ക് എക്സിബിഷൻ, പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ, സാംസ്കാരിക ഘോഷയാത്ര, ഫുഡ് ഫെസ്റ്റിവൽ, ശാസ്ത്ര സാങ്കേതിക എക്സിബിഷൻ, പ്രശസ്ത വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനം, ഇന്റർ സ്കൂൾ ടൂർണമെന്റ്, കലാസന്ധ്യ എന്നിവ നടത്തി 2017 ഫെബ്രുവരി മാസം സമാപന സമ്മേളനവും നടത്തുവാനാണ് പദ്ധതി. കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ക്യാൻസർ സെന്ററും RCCയുമായി സഹകരിച്ച് റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ അരയാഞ്ഞിലിമൺ ഗിരിജൻ കോളനി നിവാസികൾക്കും സമീപ പ്രദേശത്തെ ജനങ്ങൾക്കുമായി ക്യാൻസർ നിർണയ ബോധവൽക്കരണ ക്യാമ്പ് നടത്തും. അരയാഞ്ഞിലിമൺ ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പിൽ ശരീരപരിശോധനയും വിവിധതരം അർബുദ രോഗ നിർണയവും നടക്കും. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കണ്ടെത്തി തുടർ ചികിത്സ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 0468222180 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശബരിമല അന്നദാന മണ്ഡപം സീസണിന് മുമ്പ് പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർദ്ദേശം നൽകി. സന്നിധാനത്ത് 10 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ദർശൻ കോംപ്ലക്സിന്റെയും 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അന്നദാന മണ്ഡപത്തിന്റെയും നിർമ്മാണം അടുത്ത മണ്ഡല മകരവിളക്ക് സീസണിന് മുൻപ് പൂർത്തിയാക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർദ്ദേശം നൽകി. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിർമ്മാണം നടക്കുന്ന ബൃഹത് പദ്ധതികൾ സന്ദർശിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കുവാൻ സൗകര്യമുള്ള വിധത്തിലാണ് അന്നദാന മണ്ഡപം നിർമ്മിക്കുന്നത്. നിലയ്ക്കലിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്ററും ഉത്സവകാലത്തിന് മുൻപ് പൂർത്തിയാക്കുവാൻ നിർദ്ദേശിച്ചു. ഉണ്ണിയപ്പം നിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ച പുതിയ യൂണിറ്റിന്റെ പ്രവർത്തനം അദ്ദേഹം വിലയിരുത്തി. സന്നിധാനത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സന്നിധാനത്തെ ഭണ്ഡാരം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഭണ്ഡാരത്തിന്റെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും വേണ്ട നടപടി ജൂൺ മാസത്തിൽ തന്നെ ആരംഭിക്കുവാനാണ് തീരുമാനം. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477765036. വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം ഇന്ന് നടന്നു. റവറന്റ് ഫാദർ തോമസ് പയ്യമ്പള്ളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാലയ പ്രവേശനോത്സവം ഇന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്കൂൾ കൊയറിന്റെ പ്രാർത്ഥനാ ഗാനാലാപനത്തോടെ പൊതുസമ്മേളനം ആരംഭിച്ചു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ റാന്നിയിലെ അക്ഷര ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ സെന്റ് മേരീസ് സ്കൂളിൽ നിങ്ങൾ ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിന്റെ വലിയ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിച്ചേരുകയുമാണ്. നിങ്ങൾ ആരും ഇവിടെ ഔപചാരികമായിട്ട് എത്തിയതല്ല. നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് സിലബസിൽ ചേർക്കണം എന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട്, കുടുംബാംഗങ്ങളുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ പങ്കുവെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ വിശിഷ്ടാതിഥികൾക്കും കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം ആശംസിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കോശി പി ചാക്കോ ആമുഖ പ്രഭാഷണം നടത്തി. പരിചിതമായ ഒരു വാക്കാണ് ദൈവത്തിന് എല്ലാവരെയും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അമ്മമാരെ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു കരുണയിലാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത്.
ആ ദൈവത്തിൻ്റെ കരുണയുള്ളത് കൊണ്ട് നിശ്ചയമായും അതാണ് അതിൻ്റെ കാരണം. കുഞ്ഞുങ്ങൾക്ക് വരുന്ന എന്തെല്ലാം ചലനങ്ങളുണ്ടോ, എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടോ, എന്തെല്ലാം ഭാവഭേദങ്ങളുണ്ടോ, അതൊക്കെ അമ്മമാർക്ക്, രക്ഷകർത്താക്കൾക്ക്, മാതാപിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരുപക്ഷെ ശാഠ്യമാവാം, അല്ലെങ്കിൽ അത് നിർബന്ധ ബുദ്ധിയാവാം. അതും മനസ്സിലാക്കി അതിന് വേണ്ട വിധത്തിലുള്ള പരിചരണങ്ങളൊക്കെ നൽകി, വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങളൊക്കെ നൽകി ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനമായ ഒരു ചുമതലയാണ് മാതാവും പിതാവും വഹിക്കുന്നത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചൽ രതീഷ്, 3ാം ക്ലാസ് വിദ്യാർത്ഥിനി എവലിൻ ബിജു എന്നിവർ ഗാനം ആലപിച്ചു. തിരുവല്ല ബോധന എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ തോമസ് പയ്യമ്പള്ളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വളർത്തി അവരുടെ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇന്ന് ഈ ദിവസം ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ വൈരോഗ്യ ജീവിതത്തിൻ്റെ LKG ആരംഭിച്ച സ്ഥലമാണ്. ആദ്യമായിട്ട് വൈദികനായിട്ട് ഒരു സ്ഥലത്ത് എത്തി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾ യഥാവിധി അഭ്യസിച്ച സ്ഥലം. അവിടെ ഇന്ന് മറ്റൊരു തരത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി LKG പഠനത്തിന് വേണ്ടി ഒരുങ്ങി വന്ന കൂട്ടുകാരെ സ്വീകരിക്കുവാൻ വേണ്ടി വരുന്ന നിമിഷത്തിൽ ഏറെ സന്തോഷവും ദൈവമായിട്ട് തങ്ങളുടെ ജൂനിയേഴ്സിന് സ്വാഗതമോതുന്ന നൃത്താവിഷ്കാരം UKG വിദ്യാർത്ഥികൾ നടത്തി. അധ്യാപക പ്രതിനിധി സെലിൻ ജോർജ് നന്ദി അറിയിച്ചു. സെന്റ് തോമസ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിട സമുച്ചയ കൂദാശ വ്യാഴാഴ്ച രാവിലെ 9:30 നടക്കും. റാന്നിയിലെ വൈദിക ശ്രേഷ്ഠർ ചേർന്ന് കൂദാശ കർമ്മം നിർവഹിക്കും. 2014 സെപ്റ്റംബറിലാണ് സെന്റ് തോമസ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രവർത്തനം ആരംഭിച്ചത്. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി സംരംഭമായ സെന്റ് തോമസ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇടമുറിയിലെ സ്വന്തം കെട്ടിടത്തിലേക്ക് നാളെ മാറുന്നു. ക്ലാസുകളുടെ തുടക്കവും കെട്ടിടത്തിന്റെ കൂദാശയും നാളെ നടക്കുന്ന ചടങ്ങിൽ നടക്കും. 2014 ഫെബ്രുവരി 28 മഹാരാഷ്ട്ര ഗവർണറായിരുന്ന K. ശങ്കരനാരായണനാണ് കോളേജിന്റെ ശിലാസ്ഥാപനം ഇടമുറിയിൽ നിർവഹിച്ചത്. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി സംരംഭമായി ആരംഭിച്ചതാണ് റാന്നി സെന്റ് തോമസ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇടമുറി. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് നാളെ രാവിലെ 9:30 ബഹുമാനപ്പെട്ട വൈദികർ ഇത് കൂദാശ നടത്തി മാർ ക്ലിമീസ് പബ്ലിക് സ്കൂളിൽ നടന്ന ക്ലാസുകൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. 2.5 കോടി രൂപ ചെലവഴിച്ചു പണിത കെട്ടിടത്തിൽ 15 ക്ലാസുകൾ നടത്തുന്നതിന് സൗകര്യമുണ്ട്. ഈ ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ കോളേജ് ഒരു അനുഗ്രഹമായിരിക്കും. 15,000 ചതുരശ്ര അടിയാണ് കെട്ടിടത്തിന്റെ വിസ്തൃതി. കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സ്റ്റാഫ് റൂം, ഓഫീസ്, പ്രിൻസിപ്പൽ റൂം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. BCom മോഡൽ ഓഫ് ഫിനാൻസ്, BCom മോഡൽ 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom മോഡൽ 2 ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BBA, MCom ഫിനാൻസ് എന്നീ കോഴ്സുകളാണ് കോളേജിൽ അനുവദിച്ചിട്ടുള്ളത്. 5 കോഴ്സുകളാണ് നടത്തപ്പെടുന്നത്. MCom ഫിനാൻസ്, BCom ഫിനാൻസ്, BCom കമ്പ്യൂട്ടർ, BCom ടാക്സേഷൻ ആൻഡ് BBA. കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന ചടങ്ങിൽ മാനേജർ പ്രസാദ് ജോസഫ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും. റാന്നിയിലെ വൈദിക ശ്രേഷ്ഠർ ചേർന്ന് കൂദാശ കർമ്മം നിർവഹിക്കും. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ ഔദ്യോഗിക ആവശ്യത്തിന് വാടകയ്ക്ക് വാഹനം ആവശ്യമുണ്ട്. ഫോൺ നമ്പർ 0468 2325 168.
ജില്ലയിലെ കന്നുകാലികൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ജൂൺ 28 വരെ നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ക്ഷീരസംഘങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പശു, എരുമ എന്നിവയ്ക്കാണ് കുത്തിവയ്പ് നൽകേണ്ടത്. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ കർഷകരുടെ വീടുകളിലെത്തി കുത്തിവയ്പ് നൽകും. ഏതെങ്കിലും ഉരുക്കളെ കുത്തിവയ്ക്കാൻ വിട്ടുപോയാൽ കർഷകർ പഞ്ചായത്ത് മൃഗാശുപത്രിയിലോ പത്തനംതിട്ട ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ഓഫീസിലോ വിവരം അറിയിക്കണം. റോഡപകടത്തിൽ മരണമടഞ്ഞ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കോന്നി താലൂക്കിലെ റവന്യൂ ജീവനക്കാർ സഹായഹസ്തവുമായി എത്തി. കഴിഞ്ഞ മാസം 25-ാം തീയതി വാഹനമിടിച്ചു മരിച്ച അടൂർ വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് എസ് ഗോപിയുടെ കുടുംബത്തിനാണ് ജീവനക്കാർ പിരിച്ചെടുത്ത 57,000 രൂപ കൈമാറിയത്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ തുക ഗോപിയുടെ ഭാര്യ രാധയ്ക്ക് നൽകി. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 944777 65036. വാർത്തകൾ തുടരുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമം, ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിന് തെരഞ്ഞെടുത്ത അധ്യാപകർക്ക് പരിശീലനം നൽകും. മാസ്റ്റർ ട്രെയിനികളുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം നടത്തുവാനാണ് പദ്ധതി. കുട്ടികൾക്കെതിരായ അക്രമം, അധ്യാപകർക്ക് പരിശീലനം നൽകും. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെയും കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനും ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിലെ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുത്ത അധ്യാപകർക്ക് മാസ്റ്റർ ട്രെയിനിങ് പരിശീലനം നൽകുവാൻ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ എസ് ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണ ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും CDPOമാരുടെയും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. മാസ്റ്റർ ട്രെയിനികളുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം നടത്തും. രക്ഷകർത്താക്കൾക്കും അവബോധം നൽകും. ജൂലൈ 15-നകം എല്ലാ ബ്ലോക്കുകളിലും നടപടി പൂർത്തിയാക്കുവാനാണ് പ്ലാൻ. ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ 28-ന് വീണ്ടും യോഗം ചേരും. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെയും സാമൂഹ്യ നീതി വകുപ്പിന്റെയും പ്രത്യേക പരിഗണനയോടെയാണ് പ്രവർത്തനം. ചെന്നീർക്കര ഗവൺമെന്റ് ITIയിൽ NCVT, SCVT ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പൂരിപ്പിച്ച അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 25-ാം തീയതിക്ക് മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0468 2258 710. ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പരിശോധിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ MSDP പദ്ധതി പ്രകാരം പശുക്കൾ, കിടാരികൾ, ആവശ്യാശ്രിത ധനസഹായം, കറവയന്ത്രം, കാലിത്തൊഴുത്ത് നിർമ്മാണം എന്നിവയ്ക്ക് സബ്സിഡി നൽകും. താൽപ്പര്യമുള്ള കർഷകർ ജൂലൈ 10-ാം തീയതിക്ക് മുമ്പ് അതാത് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് അതാത് ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടുക. നിര്യാതരായി റാന്നി അങ്ങാടി പള്ളിഭാഗം പുന്നമണ്ണിൽ PV ഉമ്മൻ. അപ്പച്ചൻകുട്ടി നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് 2 മണിക്ക് റാന്നി സെന്റ് പോൾസ് CSI ദേവാലയത്തിൽ ബിഷപ്പ് മോസ്റ്റ് റവറന്റ് തോമസ് സാമുവലിന്റെ മുഖ്യ കാർമ്മിത്വത്തിൽ നടക്കും. മറിയാം ഉമ്മനാണ് ഭാര്യ. PO വർഗീസ്, റോസമ്മ, ആനിയമ്മ, PO മാത്യു എന്നിവർ മക്കളും. റൂബി പരുത്തിയിൽ, റജി ചെങ്കോട്ടയിൽ, ബോബൻ തെക്കേപ്പറമ്പിൽ, റെനി ചന്ദ്രത്തിൽ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്ന് ജലസേചന വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ്. നദീ സംയോജനം ദോഷകരമെന്നും മന്ത്രി. SBTയുടെ ലയനം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. തീരുമാനം കോർപ്പറേറ്റ് അജണ്ടയെന്ന് VM സുധീരൻ. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. MLA രാജു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല അന്നദാന മണ്ഡപം സീസണിന് മുമ്പ് പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PR ഗോപാലകൃഷ്ണൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.